ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ രാവിലെ എണ്ണീറ്റ് പ്രൊഡക്റ്റീവ് ആവാൻ നോക്കിയതാണ്. അല്ല ഗൈസ്, ഒരു 10 മണി കഴിഞ്ഞപ്പോഴാണ് എണ്ണീറ്റത്. അപ്പോൾ എനിക്ക് പ്രൊഡക്റ്റീവ് ആവാൻ തോന്നി. ആക്ച്വലി ഞാൻ പ്രൊഡക്റ്റീവ് ആവാൻ ഒരു റീസൺ ഉണ്ട്. എന്നാന്ന് വെച്ചാൽ എൻ്റെ അമ്മച്ചി വർക്കിന് പോകുന്നതിന് മുന്നേ എനിക്കൊരു ഓർഡർ വന്നിട്ടാണ് പോയത്. തുണിയെല്ലാം വാഷ് ചെയ്തിടണം. അപ്പോൾ ഞാനത് ചെയ്യാമെന്ന്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രൊഡക്ടിവിറ്റി കൂടി. അങ്ങനെ തുണിയെല്ലാം വാഷിംഗ് മെഷീൻ ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് നേരം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നിന്ന് ഗൈസ്. നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു. എപ്പോഴും ഈ ഫോണിൽ ഇരുന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവാൻ വെള്ളമൊക്കെ നിറച്ച് കുപ്പിക്കകത്തെടുത്ത് വെച്ചു. പിന്നെ ഞാൻ എൻ്റെ ബെഡിനെ ഇതുവരെ ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ അതും കൂടെ വിരിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ബെഡൊക്കെ വിരിക്കാൻ പോയി. ബെഡൊക്കെ വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് പോയത് ടേബിളിലോട്ടായിരുന്നു ഗൈസ്. പിന്നെ എൻ്റെ ടേബിൾ ഒന്ന് സെറ്റാക്കി. പിന്നെ എൻ്റെ കണ്ണ് പോയത് എൻ്റെ സ്റ്റാൻഡിലോട്ടായിരുന്നു ഗൈസ്. അങ്ങനെ ആ സ്റ്റാൻഡിലുള്ള തുണിയെല്ലാം ഞാൻ കറക്റ്റായിട്ട് എടുത്തൊക്കെ വെച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ എൻ്റെ അലമാരി കൊണ്ടുവച്ചു ഗൈസ്. വാഷിംഗ് മെഷീൻ തുണി അലക്കി തരും, പക്ഷെ നമ്മൾ വേണ്ട ഗൈസ് കൊണ്ട് വിരിക്കാൻ. അപ്പോൾ ഞാൻ തുണിയൊക്കെ വിരിക്കാൻ പോയി. കറക്റ്റ് മഴ പെയ്തു. അതെപ്പോഴും അങ്ങനെ, ഞാൻ തുണി വിരിക്കാൻ പോയാൽ കറക്റ്റ് മഴ പെയ്യും. എന്താവും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ. പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ ടെറസിന് മണ്ട എങ്ങനെയൊക്കെയോ വിരിച്ചിട്ട് മടുത്ത് ഗൈസ്. കുറേ നനയുകയും ചെയ്തു ഓടി. അങ്ങനെ എല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഫ്രഷ് ആവാൻ പോകുന്നു. അങ്ങനെ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഞാൻ ലഞ്ച് കഴിക്കായിരുന്നു ഗൈസ്. അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഫുഡ് കഴിച്ച ഉടനെ എനിക്കൊരു മധുരം കഴിക്കണം. അപ്പോൾ ഞാൻ ഇതെടുത്ത് കഴിച്ചു. പിന്നെ എൻ്റെ ട്യൂഷൻ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പൈപ്പ് ക്ലീനേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് വലിയ പെർഫെക്റ്റ് ഒന്നും ആയില്ല, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഞാൻ ചായ കുടിച്ചു. ഈവനിങ് ആയല്ലോ. അങ്ങനെ വെളിയിൽ പോയിട്ട് ഞാൻ ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്നു ഗൈസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ചാട്ട് കഴിക്കാനുള്ള ക്രേവിങ്സ്. പിന്നെ ഇവിടെ ഒന്നും കിട്ടാൻ രക്ഷയില്ല. അതുകൊണ്ട് ഇവിടെ ഒരു മുട്ട മിച്ചർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അതും കുറച്ച് സവോളയും മുളക് പൊടിയും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് കഴിച്ച് സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചാട്ടിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോൾ പ്രെയറൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മച്ചി വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഷവർമ മേടിച്ചുകൊണ്ട് വന്നു ഗൈസ്. പിന്നെ അതിലോട്ടായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ. അതിനെ ഓപ്പറേഷൻ ചെയ്ത് കഴിക്കാൻ തുടങ്ങി ഗൈസ്. എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഒന്നും കൂടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചും TV ഒക്കെ കണ്ട് കിടന്നുറങ്ങി ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ.